വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടൈൽസ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ബീഫ് കറി, നല്ല മൊരിഞ്ഞ പൊറാട്ട ആയാലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ 4 കപ്പ് മൈദ എടുക്കാം. അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മൈദ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു കളറിനും പൊറാട്ട നല്ലോണം മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പഞ്ചസാര നമ്മൾ ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറച്ച് മിക്സാക്കി എടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ഡോ ആക്കി മാറ്റുക. നല്ല സോഫ്റ്റിൽ കുഴച്ചെടുക്കണം. മേലെ ഒരു തുണി നനച്ച് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഒക്കെ തുറന്ന് നോക്കാം. അപ്പം നമ്മൾ ആ ഡോ എടുത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് കത്തി വെച്ച് ഇങ്ങനെ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. എല്ലാം ഇതുപോലെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നെടുത്തിട്ട് കയ്യിൽ ലേശം എണ്ണ തടവി നമുക്കിതുപോലെ ഒരു ബോൾസാക്കി എടുക്കാം. നല്ലോണം ഉരുട്ടി ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ബോൾസാക്കി എടുത്തതിന് ശേഷം എണ്ണയിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പൊറാട്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കാം, പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബോൾസിൽ നിന്ന് ഓരോ ബോൾസും എടുത്ത് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാ ബോൾസും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്കിങ്ങനെ ഒരു റോളർ വെച്ച് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുക്കണം. നല്ല തിന്നായി പരത്തണം. നല്ല തിന്നായി പരത്തിയതിന് ശേഷം ഇതിൽ നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ഭാഗത്ത് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി വീശി കൊടുക്കാം. ഇതുപോലെ നല്ലോണം വീശി കൊടുക്കുക. നന്നായി വീശി അടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ചുറ്റിയെടുക്കാം. കൈവച്ച് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. പൊറാട്ട എന്ന് പറയുമ്പോൾ അത്ര ഹെൽത്തി അല്ല, എന്നാലും വല്ലപ്പോഴും ഒരു കൊതി വരുന്ന സമയത്ത് നമുക്കൊന്ന് കഴിക്കണ്ടേ. ഇന്നിപ്പോൾ എൻ്റെ മോള് അവൾക്കൊരു കൊതി വന്നപ്പോൾ അവൾ പറഞ്ഞതാണ് ബീഫ് കറിയും പൊറാട്ടയും വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് ഈ ചിറ്റി വെച്ച ബോൾസ് ഓരോന്നെടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കാം. കൈവച്ച് പരത്താവുന്നതാണ്, പക്ഷേ റോളർ വെച്ച് ഇങ്ങനെ പരത്താൻ കഴിയെങ്കിൽ എങ്ങനെയും പരത്താം. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഞാനിപ്പോൾ മുഴുവനായും പരത്തിയെടുത്തു. ഇനി നമുക്കിത് ചുടാൻ വേണ്ടി ഒരു കല്ല് വെച്ച് കൊടുക്കാം. കല്ല് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കല്ലുമ്മൽ. അതിനുശേഷം നമ്മൾ പരത്തി വെച്ച ഓരോ പൊറാട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊറാട്ടൻ്റെ മേലെയും എണ്ണാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിന്മേൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ സൈഡും വേവനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നല്ല ചുവന്ന കളറാവുമ്പോൾ നമുക്ക് പൊറോട്ട എടുക്കാവുന്നതാണ്. നമ്മൾ മാവിൽ പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് ഇതുപോലെ നല്ല ചുവന്ന കളറിലാവും കേട്ടോ പൊറോട്ട. നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയി കിട്ടും. പൊറോട്ട കല്ലുമെന്നെടുത്ത് അതിനുശേഷം നമ്മൾ ഇതുപോലെ കൈവച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി വെച്ച് കഴിക്കാവുന്നതാണ്. ചിക്കൻ കറിയോ ബീഫ് കറിയോ ഏത് കറിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്ത ചങ്കുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ട് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.